നമസ്കാരം. ഇമ്പോർട്ടൻ്റ് ആക്ട്സ് ആൻഡ് റൂൾസ് അഥവാ സുപ്രധാന നിയമങ്ങൾ എന്ന നമ്മുടെ സിലബസ് ഭാഗത്ത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് പോക്സോ ആക്ട് എന്ന ടോപ്പിക്കാണ്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, പരീക്ഷകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം നല്ല രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. ഇമ്പോർട്ടൻ്റ് ആക്ട്സ് ആൻഡ് റൂൾസ് എന്ന് പറയുന്ന ഈ സീരീസിൽ ഇതിനോടകം നമ്മൾ നിരവധി ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, ഉപഭോക്തൃ സംരക്ഷണ നിയമം, ഗാർഹിക പീഡന നിരോധന നിയമം, കുട്ടികളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ബാലാവകാശ സംരക്ഷണ നിയമം, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പോലുള്ള ക്ലാസ്സുകൾ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ ക്രമമായിട്ട് കണ്ടുവരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ ഭാഗത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകുന്നതിനുള്ള ഒരു പ്രാപ്തി നിങ്ങൾക്ക് ഉണ്ടാവും. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയിലേക്ക് സ്വാഗതം. ശരി, പോക്സോ ആക്ട്. ഇതിനോടകം നിങ്ങൾക്ക് ഈ നിയമത്തെക്കുറിച്ചൊരു ഏകദേശ ധാരണ ഉണ്ടായിരിക്കും അല്ലേ? എന്താണ് പോക്സോ ആക്ട്? നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും വിധത്തിലുള്ള ലൈംഗിക ചൂഷണത്തിനോ ലൈംഗിക പീഡനത്തിനോ ലൈംഗിക അതിക്രമത്തിനോ ഇരയാകുന്ന ഒരു കുട്ടിക്ക് നീതി ലഭ്യമാക്കുന്നതിന്, അതിൽ നിന്നുള്ള സംരക്ഷണം ഉറപ്പു നൽകുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള നിയമമാണ് ഏത്? പോക്സോ നിയമം അല്ലേ? കുറച്ചുകൂടി വിശാലമായിട്ടുള്ള അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു കുട്ടിയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള വളർച്ചയ്ക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമമാണ് പോക്സോ നിയമം. പോക്സോ എന്ന് പറയുന്നത് ചുരുക്കെഴുത്താണ് അല്ലേ? പോക്സോ എന്ന വാക്കിൻ്റെ പൂർണ്ണരൂപം എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് എന്നാണ് അല്ലേ? പോക്സോയുടെ പൂർണ്ണരൂപം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്. അങ്ങനെയും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കുന്നത് 2012 ബില്ലാണ് പാസ്സാക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം അല്ലേ? 2012 ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ പോക്സോ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പിട്ട് അതിന് നിയമസാധുത, അതായത് നിയമപരമായിട്ടുള്ള അംഗീകാരം നൽകിയത് 2012 ജൂൺ 19 അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, 2012 ജൂൺ 19 പോക്സോ നിയമത്തിൽ ഒപ്പിട്ട രാഷ്ട്രപതി ആരെന്ന് ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ അത് പ്രതിഭാ പാട്ടീലാണ്. അതിൻ്റെ ഉത്തരം ഏതാണ്? പ്രതിഭാ പാട്ടീലാണ് ഈ നിയമത്തിൽ ഒപ്പിട്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നിയമത്തിൽ ഒപ്പിട്ട രാഷ്ട്രപതി ആര് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. പ്രതിഭാ പാട്ടീലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ നിയമം നിലവിൽ വന്നത് എന്നാണ്? നിയമം നിലവിൽ വന്നത് 2012 നവംബർ 14 പാർലമെൻറ്റ് പാസ്സാക്കിയ അതേ വർഷം, പ്രസിഡന്റ് ഒപ്പിട്ട അതേ വർഷം 2012 നവംബർ 14 ഈ നിയമം നിലവിൽ വന്നത് അല്ലേ? നവംബർ 14 എന്താണ്? നവംബർ 14 നമുക്കറിയാം, ദേശീയ ശിശുദിനമാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, ദേശീയ ശിശുദിനത്തിൻ്റെ അന്ന് നിലവിൽ വന്ന നിയമം താഴെ പറയുന്നതിൽ ഏതാണ് എന്ന് ചോദിക്കാം. അപ്പോൾ അവിടെ ബാലാവകാശ നിയമമെന്ന് തരാം, ബാലനീതി നിയമമെന്ന് തരാം, പോക്സോ നിയമമെന്ന് തരാം. ഏതാണ് ശരി? പോക്സോ നിയമം. ശരി. ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഈ നിയമത്തിൽ കാര്യമായിട്ടുള്ള ഒരു ഭേദഗതി പിന്നീട് ഉണ്ടായിട്ടുണ്ട്. അതായത് പോക്സോ നിയമത്തിൽ ഒരു ഭേദഗതി ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പറയും പോക്സോ ഭേദഗതി നിയമമെന്ന് പറയും. ആ പോക്സോ ഭേദഗതി നിയമം എന്നാണ് പാർലമെൻറ്റ് പാസ്സാക്കിയതെന്ന് ചോദിച്ചാൽ 2019 പാർലമെൻറ്റ് പാസ്സാക്കി പ്രസിഡന്റ് ഒപ്പിട്ടാൽ അതിന് അംഗീകാരമാകും. അന്നത് ഒപ്പിട്ട രാഷ്ട്രപതി ആരെന്ന് ചോദിച്ചാൽ ആ സമയത്തെ രാഷ്ട്രപതി നിങ്ങൾക്കറിയാം, രാംനാഥ് കോവിന്ദാണ്. ആരാണ്? രാംനാഥ് കോവിന്ദാണ്. അപ്പോൾ പോക്സോ നിയമത്തിൽ ഒപ്പിട്ട രാഷ്ട്രപതി വേറെ ചോദ്യമാണ്, പോക്സോ ഭേദഗതി നിയമത്തിൽ ഒപ്പിട്ട രാഷ്ട്രപതി വേറെ ചോദ്യമാണ്. മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് പോക്സോ നിയമത്തിൽ എത്ര അധ്യായങ്ങളാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ
9 അധ്യായങ്ങളാണുള്ളത്. പോക്സോ നിയമത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? 9 അധ്യായങ്ങൾ. 9 അധ്യായങ്ങളിലായിട്ട് 46 സെക്ഷനുകളും ഇതിനകത്തുണ്ട്, പോക്സോ നിയമത്തിലുണ്ട്. അതായത് പോക്സോ നിയമത്തിൽ 9 അധ്യായങ്ങളും 46 സെക്ഷനുകളും ഉണ്ട്. മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് പോക്സോ നിയമത്തിൽ കുട്ടികളുമായി ബന്ധപ്പെട്ടതാണല്ലോ അല്ലെ. പോക്സോ നിയമത്തിൽ കുട്ടി എന്ന നിർവചനത്തിൽ വരുന്നത് എത്ര വയസ്സിന് താഴെയുള്ളവരാണ്? അങ്ങനെയും ചോദ്യം ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം 18 വയസ്സിന് താഴെയുള്ളവരാണ്. നമ്മൾ നേരത്തെ വിദ്യാഭ്യാസാവകാശ നിയമം പഠിച്ചു, RTE ആക്ട് 2009. അതിൽ പറയുന്നത് 6-നും 14-നും ഇടയ്ക്കുള്ള കുട്ടിയുടെ വിദ്യാഭ്യാസ അവകാശ സംരക്ഷണമാണ് അല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് 1986 ബാലവേല വിരുദ്ധ നിയമം, ബാലവേല നിയമം, അത് നമ്മൾ പഠിച്ചതാണ്. അതിനകത്ത് കുട്ടി എന്ന് പറയുന്നത് 14 വയസ്സിന് താഴെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാലാവകാശ സംരക്ഷണ നിയമം പഠിച്ചു. അവിടെ കുട്ടി എന്നുള്ള നിർവചനത്തിൽ വരുന്നത് 18 വയസ്സിന് താഴെയുള്ളവരാണ് അല്ലെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാലനീതി നിയമം പഠിച്ചു, ജുവനൈൽ ജസ്റ്റിസ് ആക്ട്. അവിടെയും കുട്ടി എന്നുള്ള നിർവചനത്തിൽ വരുന്നത് 18 വയസ്സിന് താഴെയാണ്. പോക്സോ നിയമത്തിലും കുട്ടി എന്നുള്ള നിർവചനത്തിൽ വരുന്നത് 18 വയസ്സിന് താഴെയുള്ളവരാണ്. ഇനി അവിടെ മനസ്സിലാക്കേണ്ടത്, ഈ നിയമത്തിൽ കുട്ടി എന്ന് പറയുമ്പോൾ ആൺകുട്ടിയാണോ ഉദ്ദേശിക്കുന്നത്, പെൺകുട്ടിയെയാണോ ഉദ്ദേശിക്കുന്നത്, അതോ ഇവർ രണ്ടുപേരെയും ചേർത്താണോ? അപ്പം അത് സംശയം വരരുത്. ഇവിടെ കുട്ടി എന്ന് പറയുമ്പോൾ ആൺകുട്ടിയും വരുന്നുണ്ട്, പെൺകുട്ടിയും വരുന്നുണ്ട് അല്ലെ. ലൈംഗിക ചൂഷണം, ലൈംഗിക അതിക്രമം, ഇതിൽ നിന്നുള്ള സംരക്ഷണം എന്ന് പറയുമ്പോൾ സ്വമേധയാ നിങ്ങൾ വിചാരിക്കരുത് അത് പെൺകുട്ടി എന്ന് വിചാരിക്കരുത്. അതെങ്ങനെയാണ്? ആൺകുട്ടിയും പെൺകുട്ടിയും ഈ നിയമത്തിൽ കുട്ടി എന്നുള്ള നിർവചനത്തിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ പറയും ഈ നിയമം ജെൻഡർ ന്യൂട്രൽ ആണ്, ആണെന്നോ പെണ്ണെന്നോ തരംതിരിച്ചിട്ടില്ല. ഈ നിയമം കുട്ടി എന്ന് പറയുമ്പോൾ ജെൻഡർ ന്യൂട്രൽ ആണ്. ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള നിയമമാണ് ഏത് നിയമം? പോക്സോ നിയമം എന്ന് നമ്മൾ പറയും. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗത്തോട്ട് വരാം. ഇവിടെ കുട്ടി എന്ന നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പല കാറ്റഗറികളുണ്ട്. അതായത് 18-നും 16 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾ, 12 വയസ്സിനും 16 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾ, 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്നൊക്കെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് കുറ്റം ചെയ്യുന്നയാൾക്ക് ശിക്ഷയിലും വ്യത്യാസം വരും. കുറ്റം ചെയ്യുന്നയാൾക്ക് കുട്ടിയുടെ പ്രായത്തിനനുസരിച്ച് ശിക്ഷയിലും വ്യത്യാസം വരും എന്നുള്ളത് ഓർത്തു വയ്ക്കുക. കുട്ടിയുടെ പ്രായവും ശിക്ഷയും തമ്മിൽ ഒരു ബന്ധമുണ്ടായിരിക്കുമെന്ന് ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിച്ച് വയ്ക്കണം. 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയുടെ സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധവും ലൈംഗിക പ്രവൃത്തിയും ഏതിൻ്റെ പരിധിയിൽ വരും? ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരും, കുറ്റകരമാണ് അല്ലെ. 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയുടെ സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധവും ഈ നിയമത്തിൻ്റെ പരിധിയിൽ കുറ്റകൃത്യത്തിൽ പെടുന്നു എന്ന് മനസ്സിലാക്കി വെക്കണം. അതൊരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു പോയിന്റാണ്. ഇപ്പോൾ 18 വയസ്സ് തികയുന്നതിന് മുമ്പായിട്ട് ചിലപ്പോൾ ഈ പറഞ്ഞ കുട്ടികളെ വിവാഹം കഴിപ്പിച്ച് അയച്ചേക്കാം. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞ അത് നിയമപരമായിട്ട് സാധ്യത ഉള്ളതാണ് എന്നൊന്നും കരുതി വെച്ചിട്ട് കാര്യമില്ല. 18 വയസ്സിന് താഴെയാണ് കുട്ടിയുടെ പ്രായമെങ്കിൽ ആ ലൈംഗിക പ്രവൃത്തി കുറ്റകരമാണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഈ നിയമത്തിലെ കുറ്റകൃത്യങ്ങളെ 3 തരംതിരിച്ചിട്ടുണ്ട്, 3 വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് സെക്ഷൽ അസാൾട്ട്. സെക്ഷൽ അസാൾട്ട് മലയാളത്തിൽ പറഞ്ഞാൽ ലൈംഗിക അതിക്രമം. ലൈംഗിക അതിക്രമം. വേറൊന്ന് സെക്ഷൽ ഹരാസ്മെന്റ്. സെക്ഷൽ ഹരാസ്മെന്റ് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക പീഡനം. അപ്പോൾ സെക്ഷൽ അസാൾട്ട് ഉണ്ട്, സെക്ഷൽ ഹരാസ്മെന്റ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ലൈംഗിക അതിക്രമം, ലൈംഗിക പീഡനം എന്നുള്ള വാക്കൊക്കെ ഒരേ അർത്ഥത്തിലാണ് സാമാന്യമായിട്ട് സാധാരണക്കാർ ഉപയോഗിക്കുന്നത്. പക്ഷെ നിയമത്തിൽ അങ്ങനെയല്ല, അതിന് വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്, നിർവചനമുണ്ട്. അപ്പോൾ സെക്ഷൽ അസാൾട്ട് എന്ന് പറഞ്ഞാൽ ലൈംഗിക അതിക്രമം, സെക്ഷൽ ഹരാസ്മെന്റ് എന്ന് പറഞ്ഞാൽ ലൈംഗിക പീഡനം. എന്താണ് വ്യത്യാസം
എന്ന് വളരെ ചുരുക്കി പറയാം. സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ല, കുട്ടിയുടെ ശരീരത്തിൽ ആരും തൊട്ടിട്ടില്ല, ബോഡി ടച്ച് ഇല്ല. സെക്ഷൽ ഹറാസ്മെന്റ് ഏതെങ്കിലും തരത്തിൽ ഉള്ള ആംഗ്യങ്ങൾ, ചേഷ്ടകൾ, അതൊക്കെ ആയിരിക്കും അതിനകത്ത് വരുന്നത്. വേറെ ഏതെങ്കിലും തരത്തിലെ ലൈംഗികപരമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി കുട്ടിയെ നോക്കുന്നതോ അല്ലെങ്കിൽ ആ വിധത്തിലുള്ള പ്രവൃത്തികൾ കുട്ടികൾക്ക് നേരെ കാണിക്കുന്നതോ ആണ് ഏതിൽ വരുന്നത്? സെക്ഷൽ ഹറാസ്മെന്റിൽ വരുന്നത്. അതിനകത്ത് ബോഡി ടച്ച് ഇല്ല, ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ല. സെക്ഷൽ അസാൾട്ട് എന്ന് പറയുമ്പോൾ, ലൈംഗിക അതിക്രമം എന്ന് പറയുമ്പോൾ അതിനകത്ത് ബോഡി ടച്ച് ഉണ്ട്, ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ട്. അപ്പോൾ ഫിസിക്കൽ കോണ്ടാക്ട് ഉള്ളത് സെക്ഷൽ അസാൾട്ടിനകത്തും, ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ലാത്ത അതേ ഉദ്ദേശത്തോടു കൂടിയുള്ള, അതായത് ലൈംഗിക ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു പ്രവൃത്തി ആരെങ്കിലും ഈ കുട്ടിയോട് നേരെ കാണിച്ചാൽ അത് സെക്ഷൽ ഹറാസ്മെന്റിനകത്തും വരും. ഇനി അത് കഴിഞ്ഞിട്ട് ചൈൽഡ് പോണോഗ്രാഫി. ചൈൽഡ് പോണോഗ്രാഫി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്, പരിചയപ്പെടേണ്ട ഒന്നാണ് ചൈൽഡ് പോണോഗ്രാഫി, അല്ലെ? ഇപ്പൊ ഒരു കുട്ടിയുടെ ചിത്രം, ആ കുട്ടിയുടെ ചിത്രം ദുരുദ്ദേശത്തോടു കൂടി, ലൈംഗിക ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ ആ ഒരു താല്പര്യപ്രകാരം ദുരുപയോഗപ്പെടുത്തുന്നു, ഇലക്ട്രോണിക് മീഡിയയിലൂടെ ദുരുപയോഗപ്പെടുത്തുന്നു, അല്ലെങ്കിൽ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലൈംഗിക ഉദ്ദേശത്തോടു കൂടി ദുരുപയോഗപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അശ്ലീലവൽക്കരിക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ, മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ അത് കൈവശം വയ്ക്കുന്നു എങ്കിൽ, അല്ലെ, കുട്ടിയുടെ ഈ പറഞ്ഞ ചിത്രം അശ്ലീലമായിട്ട് ഉപയോഗിക്കുന്നു എങ്കിൽ അത് ഏതിനകത്താണ് വരുന്നത്? ചൈൽഡ് പോണോഗ്രഫി എന്ന് പറയുന്ന വിഭാഗത്തിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ നിയമത്തിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് പറയുന്നത്: സെക്ഷൽ അസാൾട്ട്, സെക്ഷൽ ഹറാസ്മെന്റ്, ചൈൽഡ് പോണോഗ്രാഫി. സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ല, ബോഡി ടച്ച് ഇല്ല. അതേസമയം സെക്ഷൽ അസാൾട്ടിനകത്ത് ബോഡി ടച്ച് ഉണ്ട്. അപ്പൊ അത് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി വ്യക്തമാക്കാനാണ്. സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ വരും? കുട്ടിക്ക് നേരെയുള്ള നഗ്നതാ പ്രദർശനം, അല്ലെ? അത് ചിലരുടെ വീക്ക്നെസ് ആണ്. കുട്ടിക്ക് നേരെയുള്ള നഗ്നതാ പ്രദർശനം, അതല്ലെങ്കിൽ നഗ്നതാ പ്രദർശനത്തിന് കുട്ടിയെ പ്രേരിപ്പിക്കുന്നത്. ഇവിടെ ഈ പറഞ്ഞ ബോഡി ടച്ച് ഉണ്ടോ? ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ടോ? ഇല്ല. പക്ഷേ ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ലൈംഗികപരമായിട്ടുള്ള ഒരു ഉദ്ദേശം തന്നെയാണ്, അതായത് ദുരുദ്ദേശം തന്നെയാണ്. അപ്പോൾ അത് സെക്ഷൽ ഹറാസ്മെന്റ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് നേരിട്ടോ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ കുട്ടിയെ നിരന്തരം പിന്തുടർന്ന് ശല്യം ചെയ്യുന്നത്. ഇപ്പോൾ നേരിട്ട്, ഇപ്പം നമുക്കറിയാം ചില ആൾക്കാരൊക്കെ പിള്ളേരെ ഈ പറഞ്ഞ സ്കൂൾ വരെ കൊണ്ടാക്കിയിട്ടാണ് വരുന്നത്, അല്ലേ? അപ്പം അങ്ങനെ നേരിട്ട് ഈ പറഞ്ഞ കുട്ടിയെ നിരന്തരം എന്താണ് പിന്തുടരുന്നത്? അവൾ പോകുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ആ പറഞ്ഞ കുട്ടി പോകുന്ന സ്ഥലത്തെല്ലാം പുറകെ പോവുക, മാനസികമായിട്ട് ഒരു തരത്തിൽ സമ്മർദ്ദത്തിലാക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഇതല്ലെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ്, ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ നിരന്തരം ഈ പറഞ്ഞ എന്ത് ചെയ്യുക, സമ്പർക്കത്തിൽ വരിക, അവരെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ അതും ഏതിനകത്താണ് വരുന്നത്? അവിടെയും ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ല. ഏതിനകത്താണ് വരുന്നത്? സെക്ഷൽ ഹറാസ്മെന്റിനകത്താണ് ആ പറഞ്ഞ പ്രവൃത്തികൾ വരുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ലൈംഗിക ചുവയുള്ള വാക്കുകൾ, ആംഗ്യങ്ങൾ, അല്ലെ? എവിടെയെങ്കിലുമൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ലൈംഗിക ചുവയുള്ള വാക്കുകൾ, പിന്നെ അത് കഴിഞ്ഞിട്ട് ആംഗ്യങ്ങൾ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ സെക്ഷൽ ഹറാസ്മെന്റിന് ഉദാഹരണങ്ങളാണ്. അതായത് ഇവിടെ ഒന്നും ഈ പറഞ്ഞ ബോഡി ടച്ച് ഇല്ല, പക്ഷെ ഇതെല്ലാം അസ്വസ്ഥത തന്നെയാണ്. ശരി, അപ്പൊ അത് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ചൈൽഡ് പോണോഗ്രാഫി. ചൈൽഡ് പോണോഗ്രാഫി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ലൈംഗിക ഉദ്ദേശത്തോടെ കുട്ടിയുടെ ചിത്രങ്ങൾ കൈവശം വയ്ക്കുക, അത് ഈ പറഞ്ഞ വിപണനം നടത്തുക, അല്ലെങ്കിൽ അത് ഈ പറഞ്ഞ എന്ത് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക, പങ്കുവയ്ക്കുക, ആ പറഞ്ഞതെല്ലാം ചൈൽഡ് പോണോഗ്രഫിയിൽ വരും. ഈ നിയമത്തിനകത്ത് ചൈൽഡ് പോണോഗ്രഫിക്ക് കൃത്യമായിട്ടുള്ള നിർവചനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം, ചൈൽഡ് പോണോഗ്രഫി. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് സെക്ഷൽ അസാൾട്ട്. സെക്ഷൽ അസാൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ബോഡി ടച്ച് ഉണ്ട്, അല്ലേ? ബോഡി ടച്ച് ഉണ്ട്. അത് തീവ്രമാകാം, ഈ പറഞ്ഞ മിതമാകാം, എന്തായാലും ബോഡി ടച്ച് ഉണ്ട്. അതായത് കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ലൈംഗിക ഉദ്ദേശത്തോടെ സ്പർശിക്കുന്നതൊന്ന് തൊട്ടതേ ഉള്ളൂ, പക്ഷെ അത് ഈ പറഞ്ഞ സെക്ഷൽ അസാൾട്ട് തന്നെയാണ്. കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ലൈംഗിക ഉദ്ദേശത്തോടെ സ്പർശിക്കുന്നത് അതെന്തിൽ വരും? സെക്ഷൽ അസാൾട്ട് വരും. ഈ സെക്ഷൽ അസാൾട്ട് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ കുറച്ചുകൂടി ഗൗരവകരമായിട്ടുള്ള കുറ്റകൃത്യമുണ്ട്. അതാണ് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട്. മറ്റത് വെറും ടച്ച് മാത്രമാണ്, ലൈംഗിക ഉദ്ദേശത്തോടു കൂടിയുള്ള ടച്ച് മാത്രമാണ്. മറ്റത് കുറച്ചുകൂടി അപ്പുറത്താണ്, എന്നാണ് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട്.
വാക്ക് പരിചയപ്പെട്ടാൽ മതി. പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട്. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ലിംഗമോ മറ്റു ഉപകരണങ്ങളോ കുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ കടത്തുന്നതാണ് ഏത്? പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട്. ലിംഗമോ മറ്റു ഉപകരണങ്ങളോ കുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ ലൈംഗിക ഉദ്ദേശത്തോടു കൂടി കടത്തുന്നത് അല്ലെങ്കിൽ കടത്താൻ പ്രേരിപ്പിക്കുന്നത് ആണ് എന്തെന്ന് പറയുന്നത്? ഈ പറഞ്ഞ പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൽ അസാൾട്ട് ഉണ്ട്, പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് ഉണ്ട്. സെക്ഷൽ അസാൾട്ട് എന്ന് പറയുമ്പോൾ പൊതുവെ പറയുമ്പോഴത്തേക്കും ടച്ച് മാത്രമാണ്, ലൈംഗിക ഉദ്ദേശത്തോടു കൂടിയുള്ള ടച്ച് മാത്രമാണ്, ആ ഒരു രീതിയിൽ മാത്രം കാണുക. പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി തീവ്രതയേറിയതാണ് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട്. അതിലും തീവ്രതയേറിയത് വേറെയുണ്ട്. അതാണ് പറയുന്നത് അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ട്. സെക്ഷൽ അസാൾട്ട്, പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട്, അതിലും തീവ്രതയേറിയത് അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ട്. അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ട് എന്ന് പറയുമ്പോൾ ഒരു കുട്ടി പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യം, കുട്ടി ആരാൽ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളതും പ്രത്യേകതയുണ്ട്. അപ്പോൾ കുട്ടി പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യം, കുട്ടി ആരാൽ പീഡിപ്പിക്കപ്പെടുന്നു, പീഡിപ്പിക്കപ്പെടുന്ന കുട്ടിയുടെ പ്രായം, ഇതൊക്കെ വച്ചിട്ട് ഈ പറഞ്ഞ സെക്ഷൽ അസാൾട്ടിൽ തന്നെ അതിലും ഗൗരവമായിട്ടുള്ള ഒന്നായിട്ട് കാണുന്നത് അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടാണ്. അതെന്താണെന്ന് ഉദാഹരണങ്ങളിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ വിശദീകരിക്കാം. അപ്പോൾ സെക്ഷൽ അസാൾട്ട് എന്താണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട്. പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ട്. അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ട് ആദ്യം പറഞ്ഞ രണ്ടിനേക്കാളും തീവ്രതയേറിയ ഗുരുതരമായിട്ടുള്ള കുറ്റമാണ്. ഇനി അതിലും ഗുരുതരമായിട്ടുള്ള ഒന്നുണ്ട്, അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട്. അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് അല്ലെ, അവിടെ പെനിട്രേഷന് വേണ്ടിയുള്ള ശ്രമമുണ്ട്. അപ്പോൾ അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട്. അപ്പോൾ അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടിനെ തന്നെ രണ്ടായിട്ട് തരംതിരിക്കാറുണ്ട്. എങ്ങനെയാണ്? അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ട്, അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട്. സെക്ഷൽ അസാൾട്ടിനെ പൊതുവെ രണ്ടായിട്ട് തിരിച്ചു. എങ്ങനെ തിരിച്ചു? സെക്ഷൽ അസാൾട്ട്, പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് വരാം. അപ്പോൾ ഇവിടെ വേറൊന്ന് പറഞ്ഞ എന്താണ്? അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട്. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടിലോട്ട് വരാം. ഇപ്പോൾ സെക്ഷൽ അസാൾട്ട് എന്താണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട്, പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തത് പറയേണ്ടത് എന്താണ്? അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ട്. അഗ്രവേറ്റഡ് എന്ന് പറയുമ്പോൾ ഈ രണ്ടിലും തീവ്രതയേറിയ ഒരു കുറ്റകൃത്യമാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ സാഹചര്യം, അങ്ങനെ അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ട് ആകണമെങ്കിൽ അതിൻ്റെ സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഈ പറഞ്ഞ 12 വയസ്സിന് താഴെയുള്ള കുട്ടിയോടുള്ള ഏതൊരു ലൈംഗിക അതിക്രമവും സെക്ഷൽ അസാൾട്ട് 12 വയസ്സിന് താഴെയുള്ള കുട്ടികളോടാണ് എങ്കിൽ അത് വളരെ ഗൗരവമുള്ള കുറ്റമാണ്. അതാണ് അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടിനകത്ത് വരുന്ന ഒന്ന് അല്ലെ. 12 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയോടുള്ള ലൈംഗിക അതിക്രമം. ഞാൻ പറഞ്ഞു ഈ നിയമത്തിൽ കുട്ടിയുടെ പ്രായത്തിന് അനുസരിച്ച് ശിക്ഷകളിൽ വ്യത്യാസമുണ്ട്, അതിൽ കൂടിയും കുറഞ്ഞും വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 12 വയസ്സിന് താഴെയുള്ള കുട്ടിയോടുള്ള ഏതൊരു ലൈംഗിക അതിക്രമവും എന്താണ്? അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ട് എന്നാണ് നിർവഹിച്ചിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു സാഹചര്യം, മാനസികവും ശാരീരികവുമായി വെല്ലുവിളി നേരിടുന്ന കുട്ടികളോടുള്ള ലൈംഗിക അതിക്രമം. ഏതെങ്കിലും തരത്തിൽ മാനസികമായോ ശാരീരികമായിട്ടോ ഏതെങ്കിലും തരത്തിൽ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളോടുള്ള ലൈംഗിക അതിക്രമം. നിങ്ങൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ അല്ലെ. 12 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയോടുള്ള ലൈംഗിക അതിക്രമം നിങ്ങൾക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. അത് എത്രമാത്രം ഗൗരവകരമാണ് അല്ലെ. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് മാനസികമായിട്ട് ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളി നേരിടുന്ന, ശാരീരികമായിട്ട് ഏതെങ്കിലും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടിയായിരിക്കാം, അങ്ങനെയുള്ള കുട്ടികളോടുള്ള ലൈംഗിക അതിക്രമം അത് കുറച്ചുകൂടി പൈശാചികമാണ് അല്ലെ. അപ്പം ആദ്യം പറഞ്ഞ സെക്ഷൽ അസാൾട്ട്, സെക്ഷൽ പെനിട്രേറ്റീവ് അസാൾട്ട് അതിനേക്കാൾ ഗൗരവമുള്ള കുറ്റകൃത്യമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഇവിടെ പെനിട്രേഷൻ ഒന്നും നടന്നിട്ടുണ്ടാവില്ല, പക്ഷേ ആ ലൈംഗിക അതിക്രമം അതിലും വലിയ സീരിയസ് ആയുള്ള കുറ്റകൃത്യമായിട്ടാണ് പരിഗണിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു കുട്ടിയുടെ പ്രായം, കുട്ടിയുടെ സാഹചര്യം എന്ന് പറയുമ്പോൾ കുട്ടി മാനസികമായ വെല്ലുവിളി നേരിടുന്ന കുട്ടിയാണ്, കുട്ടി ഒരു ഭിന്നശേഷിക്കാരിയാണ്, അല്ലെങ്കിൽ കുട്ടി ജീവിക്കുന്ന പശ്ചാത്തലം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആ കുട്ടിയുടെ അവസ്ഥ, അതായത് ഒരു പ്രകൃതി ദുരന്തം നടന്നു, അത് മാനസികമായിട്ട് വളരെയധികം തളർന്നും തരിപ്പണമായിട്ടിരിക്കുകയാണ്, തിന്നാൻ പോലും ഒന്നുമില്ല, അങ്ങനത്തെ ഒരു സാഹചര്യം അല്ലെ. രക്ഷിതാക്കളോ ബന്ധുക്കളോ ഉറ്റവരോ ഉടയവരോ ഒന്നും കൂടെ ഇല്ലാത്ത ഒരു സാഹചര്യം. അപ്പോൾ അങ്ങനെ
അങ്ങനെയുള്ള പ്രകൃതി ദുരന്തം നടന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സാമുദായിക ലഹള നടക്കുന്ന സമയത്ത് ഒരു കുട്ടി ഈ വിധത്തിൽ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടാൽ അത് അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടിനകത്ത് വരും. ആ കുട്ടിയുടെ മാനസികാവസ്ഥ നിങ്ങൾ ആലോചിക്കാമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഗൗരവം പിടികിട്ടും. അപ്പോൾ പ്രകൃതി ദുരന്തം അല്ലെങ്കിൽ സാമുദായിക ലഹള തുടങ്ങിയ അവസരങ്ങളിൽ കുട്ടികളോടുള്ള ലൈംഗിക അതിക്രമം അത് അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടിനകത്ത് വരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് സ്ഥിരമായി കുട്ടിയോടുള്ള ലൈംഗിക അതിക്രമം, അല്ലേ? കുട്ടി വളരെ അബലയാണ്, കുട്ടിക്ക് പരാതി പറയാൻ അറിയത്തില്ല, കുട്ടിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വേറെ രക്ഷാമാർഗമൊന്നുമില്ല. അതെല്ലാം ഈ പറഞ്ഞ് ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് കുട്ടിയെ സ്ഥിരമായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ അത് അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടിന്റെ പരിധിയിലാണ് വരുന്നത്. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ, സൈനികർ എന്നിവർ കുട്ടികൾക്ക് നേരെ അതിക്രമം നടത്തുമ്പോൾ, അല്ലെ, അതും അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടിന്റെ പരിധിയിൽ വരും. പോലീസ് ഉദ്യോഗസ്ഥർ, സൈനികർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നിയമപരമായും ധാർമ്മികമായും കുട്ടികളുടെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കേണ്ടവരാണ്, അല്ലെ? നിയമപരമായും ധാർമ്മികമായും കുട്ടിയുടെ എന്താണ് സംരക്ഷണം ഏറ്റെടുക്കേണ്ടവർ ആ കുട്ടിയെ ഉപദ്രവിക്കുന്നുവെങ്കിൽ അത് വളരെ സീരിയസ് ആയിട്ടാണ് നിയമം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അത് അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടിന്റെ പരിധിയിൽ വരും. ഇനി അത് കഴിഞ്ഞിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ, സൈനികർ എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ കുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയാലോ അതും അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ട് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് രക്ഷിതാക്കൾ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾ കുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയാലോ, അങ്ങനെയൊക്കെ സംഭവിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ അറിയുന്നുണ്ട്, അല്ലെ? രക്ഷിതാക്കൾ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾ കുട്ടികളോട് ലൈംഗിക അതിക്രമം നടത്തിയാൽ അവരാണ് കുട്ടിയുടെ സംരക്ഷകർ, അവർ തന്നെ കുട്ടിയെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുന്നു അല്ലെങ്കിൽ പീഡിപ്പിക്കുന്നു എങ്കിൽ അത് അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടിന്റെ പരിധിയിലാണ് വരുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ആശുപത്രി ജീവനക്കാർ എന്ന് പറയുമ്പോൾ സർക്കാർ ആശുപത്രി ആവണമെന്നില്ല, സ്വകാര്യ ആശുപത്രികളായാലും ആശുപത്രി ജീവനക്കാർക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്, കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും വിധത്തിലുള്ള ലൈംഗികമായിട്ടുള്ള പീഡനം ഒരു കുട്ടിക്കുണ്ടായി കഴിഞ്ഞാൽ അതും ഏതിനകത്ത് വരും? അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടിന്റെ പരിധിയിൽ വരും. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വയ്ക്കുക. അപ്പൊ അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ എന്താണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യമുണ്ട്, അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട്. ഈ പറഞ്ഞതിനേക്കാളും ഗൗരവമായുള്ള കുറ്റമാണ് അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട്. ഇപ്പൊ അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് പെനിട്രേഷൻ ഉണ്ടായെന്ന് വരില്ല, പക്ഷേ പെനിട്രേഷൻ ഉണ്ടാവുന്ന കേസുകളാകുമ്പോൾ അത് കുറച്ചുകൂടി തീവ്രതയേറിയ, അതായത് ഈ ഇതുവരെ പറഞ്ഞതിൽ ഏറ്റവും തീവ്രതയേറിയ കുറ്റകൃത്യമാണ് അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് എന്ന് പറയുന്നത്. വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. ഈ നിയമത്തിൽ വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ഏത് എന്ന് ചോദിച്ചാൽ സെക്ഷൽ അസാൾട്ട് ഉണ്ട്, പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ട് ഉണ്ട്, അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് ഉണ്ട്. 4 ചോയ്സ് തന്നിട്ടുണ്ട്. വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ഏതെന്ന് ചോദിച്ചാൽ അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് ആണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. പരമാവധി ശിക്ഷ ലഭിക്കുന്നത് അതിനാണ്. ഇനി അത് കഴിഞ്ഞിട്ട് 2019 പോക്സോ ഭേദഗതി നിയമം, ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. 2019 പോക്സോ ഭേദഗതി നിയമം കാര്യമായിട്ടുള്ള മാറ്റം പോക്സോ നിയമത്തിനകത്ത് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഒന്ന്, ചൈൽഡ് പോർണോഗ്രഫിക്ക് വ്യക്തമായ നിർവചനം നൽകി. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. പോക്സോ നിയമം പഠിക്കുമ്പോൾ ചൈൽഡ് പോർണോഗ്രഫി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. പണ്ട് ഈ ചൈൽഡ് പോർണോഗ്രഫിക്ക് വ്യക്തമായിട്ടുള്ള നിർവചനമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പോക്സോ കേസുകളിൽ അതുമായി ബന്ധപ്പെട്ട പ്രതികൾക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ 2019 പോക്സോ ഭേദഗതി നിയമം അതിൻ്റെ പഴുതുകൾ അടയ്ക്കുകയാണ്. അടച്ചത് എങ്ങനെയാണ്? ചൈൽഡ് പോർണോഗ്രഫിക്ക് വ്യക്തമായിട്ടുള്ള നിർവചനം നൽകിക്കൊണ്ടാണ്. അപ്പോൾ അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ചൈൽഡ് പോർണോഗ്രഫിക്ക് വ്യക്തമായ നിർവചനം നൽകിയത് പോക്സോ ആക്ട് 2012, പോക്സോ ഭേദഗതി നിയമം 2019. ഏതാണ് ഉത്തരം? പോക്സോ ഭേദഗതി നിയമം 2019. ശരി, ഇനി അത് കഴിഞ്ഞിട്ട്
അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടിൻ്റെ പരിധി വിപുലീകരിച്ചു. എന്താണ് അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ട് എന്ന് നേരത്തെ പറഞ്ഞു. അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടിൻ്റെ പരിധി വിപുലീകരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതിനകത്ത് ഈ പറഞ്ഞതും ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടിൻ്റെ പരിധി വിപുലീകരിച്ചു. അതിലൊരു കാര്യമാണ് ഹോർമോൺ, രാസവസ്തുക്കൾ എന്നിവ നൽകി കുട്ടികളിൽ കൃത്രിമ സെക്ഷൽ മെച്യൂരിറ്റി സൃഷ്ടിക്കുന്നത് അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടിൻ്റെ പരിധിയിൽ പെടുത്തി. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ട്, അതിൻ്റെ അകത്ത് വരുന്നത് എന്തൊക്കെയാണ്. അതിനകത്ത് ഉൾക്കൊള്ളിച്ച ഒരു കാര്യം ഇതാണ്, പിന്നീട് ഉൾക്കൊള്ളിച്ച ഒരു കാര്യമാണ് ഹോർമോൺ രാസവസ്തുക്കൾ എന്നിവ നൽകി കുട്ടികളിൽ കൃത്രിമ സെക്ഷൽ മെച്യൂരിറ്റി സൃഷ്ടിക്കുന്നു. അങ്ങനെ സൃഷ്ടിച്ചാൽ അത് എന്താണ് അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടിന്റെ പരിധിയിൽ വരും, അല്ലെ? അതെന്തായാലും ദുരുദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ ഹോർമോൺ നൽകി, രാസവസ്തുക്കൾ നൽകി കുട്ടികളിൽ ഈ പറഞ്ഞ എന്താണ് കൃത്രിമ സെക്ഷൽ മെച്യൂരിറ്റി ഉണ്ടാക്കുന്നത് അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടിന്റെ പരിധിയിലാണ് വരുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് കുട്ടിയുടെ മരണത്തിന് കാരണമായേക്കാവുന്ന ലൈംഗിക അതിക്രമം, അത് ഈ പറഞ്ഞ തീവ്രത കുറഞ്ഞതാവട്ടെ തീവ്രത കൂടിയതാകട്ടെ, കുട്ടിയുടെ മരണത്തിന് കാരണമായേക്കാവുന്ന ലൈംഗിക അതിക്രമം, ലഹളയോ പ്രകൃതി ദുരന്തമോ പോലുള്ള സമയത്തെ ലൈംഗിക അതിക്രമം എന്നിവ അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ലൈംഗിക അതിക്രമം നടന്നു, കുട്ടി മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടിന്റെ പരിധിയിലാണ് പെടുത്തിയത്. ലഹള നടക്കുന്ന സമയത്ത്, പ്രകൃതി ദുരന്തം നടക്കുന്ന സമയത്ത് ഒരു കുട്ടി ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്നു, അങ്ങനെയാണ് എങ്കിൽ അത് അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടിന്റെ പരിധിയിലാണ് ഇപ്പോൾ വരുന്നത്. ഞാൻ പറഞ്ഞു എന്താണ് അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടിന്റെ പരിധി 2019 പോക്സോ ഭേദഗതി നിയമത്തിലൂടെ ഉയർത്തി എന്ന് പറയുമ്പോൾ അതിനകത്ത് മനസ്സിലാക്കേണ്ട പോയിന്റ്സ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ടിനുള്ള ശിക്ഷ 20 വർഷത്തിൽ കുറയാത്തതോ വധശിക്ഷയോ ആക്കി ഉയർത്തി. ഞാൻ നേരത്തെ പറഞ്ഞു അഗ്രവേറ്റഡ് ആണ് പക്ഷെ പെനിട്രേറ്റീവ് കൂടിയാണ്. അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ടിനുള്ള ശിക്ഷ 20 വർഷത്തിൽ കുറയാത്തതാക്കി എന്ത് ചെയ്തു? ഉയർത്തി. 20 വർഷത്തിൽ കുറയത്തില്ല. അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ടിനുള്ള ശിക്ഷ 20 വർഷത്തിൽ കുറയത്തില്ല. അല്ലെങ്കിൽ വധശിക്ഷ. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ വധശിക്ഷയ്ക്ക് ഈ പറഞ്ഞ കാരണമായേക്കാവുന്ന കുറ്റം ഏതെന്ന് ചോദിച്ചാൽ അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് ആണ്. അത് മനസ്സിലാക്കണം. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് പോക്സോ നിയമപ്രകാരമുള്ള പരാതി ആർക്കാണ് നൽകേണ്ടത്? പോക്സോ നിയമപ്രകാരമുള്ള പരാതി, അല്ലെ? ഒരു ലൈംഗിക അതിക്രമത്തിന്, പീഡനത്തിന്, അല്ലെങ്കിൽ ചൈൽഡ് പോണോഗ്രഫിക്ക് ഏതെങ്കിലും വിധത്തിൽ ഇരയായിട്ടുള്ള ഒരു കുട്ടി, ആ കുട്ടിയുടെ പരാതി ആർക്കാണ് നൽകേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അത് ആർക്കൊക്കെ നൽകാം? ഒന്ന്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് നൽകാം. നമ്മൾ നേരത്തെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പഠിച്ചു. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പഠിച്ചപ്പോൾ ആ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ അടിസ്ഥാനത്തിൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡുകളും അതുപോലെ തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളും രൂപീകരിച്ചു എന്ന് പറഞ്ഞു, അല്ലേ? അവിടെ ആ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, അങ്ങനെയുള്ള ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് പോക്സോ കേസിൽ പരാതി നൽകാനായിട്ട് പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് ലോക്കൽ പോലീസിന്, സാധാരണഗതിയിൽ അതാണ് എപ്പോഴും സംഭവിക്കുന്നത്, ലോക്കൽ പോലീസിന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാം. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്പെഷ്യൽ ജുവനൈൽ പോലീസിന്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പഠിച്ചപ്പോൾ അത് നമ്മൾ പറഞ്ഞതാണ്. ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ജുവനൈൽ പോലീസ് യൂണിറ്റ് രൂപീകരിച്ചു എന്ന് പറഞ്ഞതാണ്. അത് അങ്ങനെ രൂപീകരിക്കണമെന്ന് നിയമത്തിൽ പറയുന്നു എന്ന് പഠിച്ചതാണ്. അപ്പോൾ സ്പെഷ്യൽ ജുവനൈൽ പോലീസിന് പരാതി നൽകാം, ലോക്കൽ പോലീസിന് പരാതി നൽകാം, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് പരാതി നൽകാം. പിന്നെ അത് കഴിഞ്ഞിട്ട് കേന്ദ്ര സംസ്ഥാന ബാലാവകാശ കമ്മീഷനുകൾക്ക് പരാതി നൽകാം. കേന്ദ്രത്തിലെ ബാലാവകാശ കമ്മീഷനുണ്ട്, സംസ്ഥാനത്ത് ബാലാവകാശ കമ്മീഷനുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവർക്ക് പരാതി നൽകാനായിട്ട് പറ്റും. ഇനി അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ വെബ് പോർട്ടൽ വഴി, അതായത് ഓൺലൈനായിട്ടും പരാതി നൽകാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഒരു പോർട്ടലുണ്ട്, വെബ് പോർട്ടലുണ്ട്. അതാണ് പോക്സോ ഇ ബോക്സ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അതായത് പോക്സോ നിയമത്തിൽ ഓൺലൈനായിട്ട് പരാതി നൽകാൻ
പറ്റുന്ന വെബ് പോർട്ടൽ, കേന്ദ്ര ഗവൺമെന്റ് വെബ് പോർട്ടൽ ഏതെന്ന് ചോദിച്ചാൽ പോക്സോ ഇ ബോക്സ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് പരാതി വേറെ രീതിയിലും അധികൃതരെ അറിയിക്കാം. ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. ടോൾ ഫ്രീ നമ്പർ കാണാതെ പഠിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. 1098. ഈ 1098 എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരാതി വിളിച്ച് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ലോക്കൽ പോലീസിനോ സ്പെഷ്യൽ ജുവനൈൽ പോലീസിനോ കേന്ദ്ര സംസ്ഥാന ബാലാവകാശ കമ്മീഷനോ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കും ഒക്കെ പരാതി നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും അങ്ങനത്തെ കേസുകളിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പോക്സോ ഈ ബോക്സ് വഴി ഈ പറഞ്ഞ ഓൺലൈനായിട്ട് പരാതി കൊടുക്കാം. ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് പരാതി രേഖപ്പെടുത്താം. 1098 എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ച് പരാതി രേഖപ്പെടുത്താം. പരാതി രേഖപ്പെടുത്താൻ നിങ്ങൾ മടിക്കണ്ട. ഒരു പക്ഷേ പരാതി നൽകുന്ന നിങ്ങളോ നിങ്ങൾക്കുമായിട്ട് ബന്ധമുള്ള ആൾക്കാരോ ആയിരിക്കത്തില്ല ഈ പറഞ്ഞ ഇരയാക്കപ്പെട്ടത്. വേറൊരാളുടെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് പരാതി പറയാനായിട്ട് പറ്റും. നിങ്ങളിങ്ങനെ ഈ പറഞ്ഞ 1098 എന്ന് പറയുന്ന നമ്പറിൽ വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേരും അഡ്രസ്സും സ്ഥലവും ഒക്കെ ചോദിച്ച് അവർ മനസ്സിലാക്കും. പക്ഷെ പേടിക്കണ്ട, അത് വേറെ ആർക്കും കൈമാറത്തില്ല. അത് രഹസ്യമായിട്ട് തന്നെ അധികൃതർ എന്ത് ചെയ്തോളും? സൂക്ഷിച്ചോളും. അതായത് നിങ്ങൾക്ക് മറ്റു കുഴപ്പങ്ങളൊന്നും ഇതിന്മേൽ പിന്നീട് ഉണ്ടാവത്തില്ല. അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. 1098 വിളിച്ച് കാര്യങ്ങൾ പറയാൻ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞതാണ്. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് പരാതി ആർക്കൊക്കെ കൊടുക്കാം എന്ന് പറഞ്ഞു അല്ലേ? ആർക്ക് പരാതി കൊടുക്കണം എന്ന് പറഞ്ഞു. ഇനി ഈ പറഞ്ഞ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ആർക്കൊക്കെ പരാതി നൽകാനായിട്ട് പറ്റും അല്ലേ? കുട്ടിക്ക് സ്വമേധയാ പരാതി നൽകാനായിട്ട് പറ്റും. കുട്ടിക്ക് വേണമെങ്കിൽ സ്വമേധയാ പരാതി നൽകാം അല്ലേ? അതിനുള്ള ഈ പറഞ്ഞ സാഹചര്യമൊക്കെ വളരെ കുറവാണ്. എങ്കിലും കുട്ടിക്ക് സ്വമേധയാ പരാതി നൽകാം. അല്ലെങ്കിൽ കുട്ടികളിൽ നിന്ന് വിവരം മനസ്സിലാക്കിയ രക്ഷിതാക്കൾക്ക് പരാതി നൽകാം. തീർച്ചയായിട്ടും രക്ഷിതാക്കൾക്ക് പരാതി നൽകാം. ചോയ്സിൽ അത് കണ്ടാൽ നമ്മൾ തീർച്ചയായിട്ടും എഴുതും. ഇനി അത് കഴിഞ്ഞിട്ട് സ്കൂൾ അധികൃതർക്ക് പരാതി നൽകാം. സ്കൂൾ അധികൃതർക്ക് പോക്സോ കേസിൽ പരാതി നൽകാനായിട്ട് പറ്റും അല്ലെ? നേരത്തെ പറഞ്ഞ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് അല്ലെങ്കിൽ പോലീസിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്പെഷ്യൽ ജുവനൈൽ പോലീസിന് ഒക്കെ അവർക്കും പരാതി നൽകാൻ പറ്റും. ആർക്കാണ്? സ്കൂൾ അധികൃതർക്കും പരാതി നൽകാനായിട്ട് പറ്റും അല്ലെ? കുട്ടിയുമായിട്ട് കൂടുതൽ നേരം ബന്ധത്തിലുള്ളത് ഒരുപക്ഷെ രക്ഷിതാക്കളെക്കാളും ഇപ്പോൾ സ്കൂൾ അധികൃതരാണ്. കുട്ടി കൂടുതൽ നേരം തങ്ങുന്നത് സ്കൂളിലാണ് അല്ലേ? അപ്പോൾ അവിടെ സ്കൂളിലെ ടീച്ചർ എന്ന് പറയുന്നത് കുട്ടിയുടെ രക്ഷിതാക്കളെ പോലെ അടുത്ത ആൾക്കാരായിട്ടുള്ള ഒരു സാഹചര്യമാണെങ്കിൽ ചിലപ്പോൾ കുട്ടി വീട്ടിൽ പറയാത്ത കാര്യം പോലും അല്ലെങ്കിൽ വീട്ടിൽ നിന്നുണ്ടായ കാര്യം ചിലപ്പോൾ പറയുന്നത് ഈ പറഞ്ഞ ടീച്ചർമാരോടായിരിക്കും, സ്കൂൾ അധികൃതരോടായിരിക്കും. അപ്പോൾ സ്കൂൾ അധികൃതർക്കും എന്ത് ചെയ്യാൻ പറ്റും? പരാതി നൽകാനായിട്ട് പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കും പരാതി നൽകാം. നിങ്ങൾക്കൊരു സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ കുട്ടിയുടെ ആരുമല്ല, പക്ഷെ നിങ്ങൾക്കൊരു സംഭവത്തെക്കുറിച്ച് അറിയാം. സംഭവം നടക്കാനുള്ള സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ മൂന്നാമത്തെ ഒരു വ്യക്തിയാണ് നിങ്ങൾ, എന്നാൽ പോലും നിങ്ങൾക്ക് പരാതി പറയാനായിട്ട് പറ്റും. അതെവിടെ വിളിച്ച് പറയണം? ഈ പറഞ്ഞ ടോൾ ഫ്രീ നമ്പറിൽ പറയാം. 1098 വിളിച്ച് പറയാം. ഞാൻ പറഞ്ഞു, പേടിക്കണ്ട, നിങ്ങളുടെ ഐഡന്റിറ്റി ആരും വെളിപ്പെടുത്തത്തില്ല. അപ്പോൾ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് പോക്സോ കേസിൽ ഒരു കുട്ടി ഇരയായി. അപ്പോൾ ഇനി ആ കേസാണ് അല്ലേ? അപ്പോൾ കേസുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടിയുടെ മൊഴിയെടുക്കണം. പോക്സോ കേസിൽ കുട്ടിയുടെ മൊഴി എടുക്കേണ്ടത് എത്ര ദിവസത്തിനകമാണ് എന്നുള്ളത് നല്ലൊരു ചോദ്യമാണ്. 30 ദിവസത്തിനകത്ത് കുട്ടിയുടെ മൊഴിയെടുക്കണം. പോക്സോ കേസിൽ കുട്ടിയുടെ മൊഴിയെടുക്കേണ്ടത് എത്ര ദിവസത്തിനകത്താണ്? 30 ദിവസത്തിനകത്ത് മൊഴിയെടുക്കണം. ആരാണ് മൊഴിയെടുക്കേണ്ടത്? തീർച്ചയായിട്ടും പോലീസ് ഉദ്യോഗസ്ഥനാണ് അല്ലേ? പക്ഷെ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥയാണ്, ഒരു വനിതയായിരിക്കണം. പോലീസ് ഉദ്യോഗസ്ഥ എന്ന് പറയുമ്പോൾ ഒരു റാങ്ക് ഉണ്ട്. സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥ. അപ്പം മൊഴിയെടുക്കേണ്ട ആൾ മിനിമം ഏതിലെങ്കിലും ആയിരിക്കണം, ഒരു സബ് ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഒരു വനിതയായിരിക്കണം മൊഴിയെടുക്കേണ്ടത്. മൊഴിയെടുക്കേണ്ട സമയത്ത് അവർ യൂണിഫോമിൽ ആയിരിക്കരുത്. സിവിൽ ഡ്രസ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. യൂണിഫോം നിർബന്ധമായിട്ടും ഉപയോഗിക്കരുത്. അപ്പോൾ പോക്സോ കേസിൽ മൊഴിയെടുക്കേണ്ടത് 30 ദിവസത്തിനകത്താണ്. മൊഴിയെടുക്കേണ്ടത് SI റാങ്കിൽ കുറയാത്ത ഒരു വനിതാ ഉദ്യോഗസ്ഥയായിരിക്കണം. അവർ മൊഴിയെടുക്കുന്ന സമയത്ത് യൂണിഫോമിൽ ആകാൻ പാടില്ല. നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. യൂണിഫോമിലൊക്കെ ഒരു ആളെ കണ്ടു കഴിഞ്ഞാൽ കുട്ടി പരാതി പറയണമെന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്തോട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥ കയറി വരുമ്പോൾ തന്നെ നാട്ടുകാരൊക്കെ കൂടാനായിട്ട് തുടങ്ങും. കുട്ടിയുടെ ഈ പറഞ്ഞ സ്വകാര്യത, വ്യക്തിത്വം, അതിനൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അത് എന്തായിരിക്കണം? യൂണിഫോമിൽ
ആയിരിക്കരുത്. ഇനി അത് കഴിഞ്ഞിട്ട് മൊഴി എടുക്കുന്ന സമയത്ത് കുട്ടി കംഫർട്ടബിൾ ആയിരിക്കണം, അല്ലെ? കുട്ടി പേടിച്ചു പോകാൻ പാടില്ല. കുട്ടി ആൾറെഡി പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ കുട്ടിയെ ഇനി പേടിപ്പിക്കാൻ പാടില്ല. അപ്പോൾ കുട്ടി കംഫർട്ടബിൾ ആയിരിക്കണം. അതായത് രക്ഷിതാക്കളുടെ സഹായത്താൽ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ വേണം മൊഴിയെടുക്കാൻ. മൊഴിയെടുക്കാനായിട്ട് ഈ പറഞ്ഞ സ്റ്റേഷനിലോട്ടൊന്നും വിളിച്ചു വരുത്തരുത്. കുട്ടിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥ എന്ത് ചെയ്യണം? ചെല്ലണം, മൊഴിയെടുക്കണം. അപ്പോൾ മൊഴിയെടുക്കേണ്ടത് രക്ഷിതാക്കളുടെ മുന്നിൽ വെച്ചായിരിക്കണം. മൊഴിയെടുക്കുന്നത് കുട്ടിക്ക് സൗകര്യമുള്ള സ്ഥലത്ത് വെച്ചായിരിക്കണം. അപ്പോൾ അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ടോപ്പിക്കിനകത്ത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് പോക്സോ കേസുമായി ബന്ധപ്പെട്ട വിചാരണയാണ്. പോക്സോ കേസുമായി ബന്ധപ്പെട്ട വിചാരണയുടെ കാര്യം പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിന് പ്രത്യേക കോടതികളുണ്ട്. പോക്സോ കോടതികൾ, പ്രത്യേക കോടതികളുണ്ട്, അല്ലെ? ആ കോടതിയിൽ ജില്ലാ ജഡ്ജ് അധ്യക്ഷനായിരിക്കും. ജില്ലാ ജഡ്ജ് അധ്യക്ഷനായിട്ടുള്ള പ്രത്യേക പോക്സോ കോടതികളിലാണ് ഈ സംബന്ധിച്ചുള്ള ഈ പറഞ്ഞ കേസുകൾ കൈകാര്യം ചെയ്യുന്നത്. ജില്ലാ ജഡ്ജ് അധ്യക്ഷനായിട്ടുള്ള പ്രത്യേക പോക്സോ കോടതിയിലാണ് ഈ കേസിന്മേലുള്ള വിചാരണകൾ നടക്കുന്നത് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ പോക്സോ കോടതിയുടെ അധ്യക്ഷൻ ആരാണ്? ജില്ലാ ജഡ്ജായിരിക്കണം, അല്ലെ? ഒന്ന്. ഇനി അത് കഴിഞ്ഞിട്ട് ഇത് തുറന്ന കോടതിയിൽ ആകരുത്. വിചാരണ തുറന്ന കോടതിയിൽ ആകരുത്. കുട്ടിയുടെ സ്വകാര്യത, കുട്ടിയുടെ വ്യക്തിത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ തുറന്ന കോടതിയിലാകരുത്. ഇതൊരു അടച്ചിട്ട കോടതിയിൽ വേണം വിചാരണ നടക്കാൻ. നാട്ടുകാരെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വരരുത്. അപ്പോൾ അത് എങ്ങനെയാവണം? തുറന്ന കോടതിയിൽ ആകരുത്, അടച്ചിട്ട കോടതിയിൽ ആകണം. ഇനി ഈ വിചാരണ നടക്കുമ്പോൾ ആ വിചാരണ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യപ്പെടണം. കോടതി നടപടികൾ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യണം. കോടതി നടപടികൾ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യണം, അല്ലെ? അതായത് കുട്ടിക്ക് ഒരു തരത്തിലും നീതി നിഷേധിക്കാൻ പാടില്ല. അപ്പൊ അതിനുള്ള ഒരു സാഹചര്യം തന്നെയാണ് അവിടെ ഉള്ളതെന്ന് ഉറപ്പാക്കണം. കോടതി നടപടികൾ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യണം. ഇനി അത് കഴിഞ്ഞിട്ട് പ്രതിയെ കുട്ടിയുടെ മുമ്പിൽ കൊണ്ടുവരരുത്. നോക്ക്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിചാരണ നടക്കുന്ന അവസരത്തിലോ മറ്റവസരങ്ങളിലോ ഈ പറഞ്ഞ പ്രതിയെ, അതായത് കുട്ടിയെ പീഡിപ്പിച്ചയാള്, അയാളെ ഈ പറഞ്ഞ കുട്ടിയുടെ മുമ്പിൽ കൊണ്ടുവരരുത്. അത് കുട്ടിയുടെ മാനസിക നില ചിലപ്പോൾ ഈ പറഞ്ഞ അവതാളത്തിലാക്കും. അപ്പോൾ പ്രതിയെ കുട്ടിയുടെ മുമ്പിൽ കൊണ്ടുവരരുത്. ഇതൊന്നും കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നന്നായിട്ട് ഒന്ന് ആലോചിച്ച് മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഈ പറഞ്ഞ പ്രതിയെ കുട്ടിയുടെ മുമ്പിൽ കൊണ്ടുവരരുത്. ഇനി അത് കഴിഞ്ഞിട്ട് കുട്ടിയുടെ വ്യക്തിത്വം വെളിപ്പെടുത്തരുത്. അതിനാണ് പറഞ്ഞത് തുറന്ന കോടതിയിലാകരുത് എന്ന് പറഞ്ഞത്. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, ചോദ്യങ്ങൾ ചോദിക്കാൻ ജഡ്ജിന് മാത്രമേ അധികാരമുള്ളൂ. അതായത് വിചാരണ നടക്കുന്ന സമയത്ത്, പോക്സോ കോടതിയിൽ വിചാരണ നടക്കുന്ന സമയത്ത് കുട്ടിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരാൾക്ക് മാത്രമേ പറ്റൂ. ആർക്കാണ്? ജഡ്ജിന് മാത്രമേ പറ്റൂ. അതായത് പ്രതിഭാഗം വക്കീലിന് കുട്ടിയോട് ചോദ്യം ചോദിക്കാൻ പറ്റുമോ? പറ്റൂല, അല്ലെ? സാധാരണഗതിയിൽ എല്ലാ കേസുകളിലും പ്രതിഭാഗം വക്കീൽ ഈ പറഞ്ഞ് വിസ്തരിക്കാറുണ്ടല്ലോ. പക്ഷെ അത് ഈ കേസിൽ പറ്റത്തില്ല. കുട്ടിയോട് ചോദ്യം ചോദിക്കാൻ ആർക്ക് മാത്രമേ പറ്റുള്ളൂ? ചോദ്യങ്ങൾ ചോദിക്കാൻ ജഡ്ജിന് മാത്രമേ അധികാരമുള്ളൂ. ശ്രദ്ധിച്ചു വെക്കണം, വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. ഇനി അത് കഴിഞ്ഞിട്ട് കുറ്റാരോപിതനെ കോടതി കുറ്റവാളിയായി തന്നെ പരിഗണിക്കും. അതൊരു ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. സാധാരണഗതിയിൽ ആർക്കെതിരെ വേണമെങ്കിലും ആർക്കും കേസ് കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ കേസ് കൊടുക്കുമ്പോൾ ഒരു കേസ് കൊടുത്തു അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ആരോപണം ഉന്നയിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളെ കുറ്റക്കാരനായിട്ട് നിയമത്തിന് മുമ്പിൽ സാധാരണഗതിയിൽ പരിഗണിക്കുകയില്ല. പക്ഷെ ഈ കേസിൽ കുറ്റാരോപിതനെ കോടതി കുറ്റവാളിയായിട്ട് തന്നെ പരിഗണിക്കും. അയാൾ വേണം അയാളുടെ ഈ പറഞ്ഞ നിരപരാധിത്വം തെളിയിക്കാൻ. കുറ്റാരോപിതനെ കോടതി കുറ്റവാളിയായി തന്നെ പരിഗണിച്ചുകൊണ്ടായിരിക്കും മുമ്പോട്ട് പോവുക എന്നുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ടത്, വിചാരണ 1 വർഷത്തിനകത്ത് പൂർത്തിയാക്കണം. പോക്സോ കേസിലുള്ള വിചാരണ എത്ര കാലത്തിനകത്താണ് പൂർത്തിയാക്കേണ്ടതെന്ന് ചോദിച്ചാൽ 1 വർഷത്തിനകത്ത് പോക്സോ കേസിലെ വിചാരണ എന്ത് ചെയ്യണം? പൂർത്തിയാക്കണം. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. പോക്സോ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള സമയപരിധി. പോക്സോ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള സമയപരിധി 30 ദിവസത്തിനകത്താണോ, 6 മാസത്തിനകത്താണോ, 1 വർഷത്തിനകത്താണോ, 2 വർഷത്തിനകത്താണോ എന്നൊക്കെ ചോദിക്കും, അല്ലെ? ഇപ്പോൾ ഉപഭോക്തൃ സംരക്ഷണ നിയമം പഠിച്ചപ്പോൾ പരാതി നമുക്ക് കൊടുക്കുന്നതിനൊരു സമയപരിധിയുണ്ട്. 2 വർഷത്തിനകത്തുള്ള കാര്യങ്ങൾക്ക് മാത്രമേ നമുക്ക് പരാതി കൊടുക്കാനായിട്ട് പറ്റൂ. 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു ഉപഭോക്താവിന് പരാതി കൊടുക്കാൻ നിർവാഹമില്ല. അതുപോലെ പോക്സോ കേസ് ഫയൽ ചെയ്യുന്നതിന്
ചെയ്യുന്നതിന് സമയപരിധി ഉണ്ടോ എന്ന് ചോദിച്ചാൽ സമയപരിധി ഇല്ല. സമയപരിധി ഇല്ല. 10ാമത്തെ വയസ്സിലാണ് ആ കുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായത്, അല്ലെങ്കിൽ ലൈംഗിക പീഡനം ഉണ്ടായത്. ആ കുട്ടിക്ക് ഇപ്പോൾ ഈ പറഞ്ഞ 25 വയസ്സായി. ഇപ്പോൾ കുട്ടിയല്ല, 25 വയസ്സായി. പക്ഷെ ഇപ്പോൾ വേണമെങ്കിലും അയാൾക്ക് അന്ന് സംഭവിച്ച കാര്യത്തിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും? പരാതി കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ പോക്സോ കേസ് ഫയൽ ചെയ്യുന്നതിന് സമയപരിധി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഒരാൾക്ക് ആ ലൈംഗിക അതിക്രമം അല്ലെങ്കിൽ പീഡനം നേരിട്ടിട്ടുണ്ട് എങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? പരാതി കൊടുക്കാനായിട്ട് പറ്റും. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലോട്ട് നമുക്ക് വരാം. അത് കറണ്ട് അഫയേഴ്സ് ഭാഗത്തും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്, 2024-25 അധ്യയന വർഷത്തിൽ 2024-25 അധ്യയന വർഷത്തിൽ കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ സാമൂഹ്യ ശാസ്ത്ര വിഷയത്തിൽ ഒരു പുതിയ നിയമം കൂടി പഠിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 2024-25 അധ്യയന വർഷത്തിൽ കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ സാമൂഹ്യ ശാസ്ത്ര വിഷയത്തിൽ സോഷ്യൽ സയൻസിൽ പുതുതായിട്ടൊരു നിയമം കൂടി പഠിപ്പിക്കാനായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഏതാണ് ആ നിയമം എന്ന് ചോദിച്ചാൽ അതിനകത്ത് ചോയ്സുകൾ ഇങ്ങനെ തരും. ബാലാവകാശ നിയമം, ബാലനീതി നിയമം, പോക്സോ നിയമം എന്ന് തരും. ഉത്തരം പോക്സോ നിയമമാണ്, അല്ലെ? പോക്സോ നിയമമാണ്. അതിന്റെ പ്രാധാന്യം കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത്രയും നേരം ഈ ക്ലാസ് നിങ്ങൾ കേട്ടിട്ടുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും വേണമെന്നുള്ള ഒരു അഭിപ്രായം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നിങ്ങളിപ്പോൾ കുട്ടികളല്ല, മുതിർന്നവരാണ്. പക്ഷേ ഈ പറഞ്ഞ ഈ സാഹചര്യങ്ങളിലൂടെയെല്ലാം നിങ്ങളും ഞാനും ഒക്കെ കടന്നു പോയിട്ടുണ്ട് കുട്ടിക്കാലത്ത്. അപ്പോൾ അന്നുണ്ടായിട്ടുള്ള കാര്യങ്ങൾ നമുക്കിപ്പോൾ അറിയാം, അല്ലേ? അത് നമ്മളോട് കാണിച്ചത് എന്താണ് എന്നൊക്കെ നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അത് സ്കൂളിലാവട്ടെ, ട്യൂഷൻ ക്ലാസ്സിലാവട്ടെ, ബസ്സിലാവട്ടെ, ബസ് സ്റ്റാൻഡിലാവട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഈ പറഞ്ഞ പൊതുപരിപാടികൾക്കിടയിലാവട്ടെ, ഏതെങ്കിലും തരത്തിലുള്ള സെക്ഷൽ ഹരാസ്മെന്റിനോ സെക്ഷൽ ഈ പറഞ്ഞ അസാൾട്ടിനോ വിധേയമാകാത്തവരാരും ഒരു പക്ഷേ ഉണ്ടാവത്തില്ല നമ്മുടെ ഈ പ്രായത്തിലുള്ളവരിൽ പോലും, അല്ലെ? ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതെന്താണ് നമുക്ക് അന്ന് മനസ്സിലാവാത്തത്? നമുക്ക് ഈ നിയമത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ വശങ്ങളെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അവരുടെ ശരീരത്തിൽ ഒരാൾ തൊട്ടാൽ, തലോടിയാൽ അത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണോ ദുരുദ്ദേശത്തോടു കൂടിയാണോ, ഗുഡ് ടച്ച് ആണോ ബാഡ് ടച്ച് ആണോ എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. അതിന് ഇതുപോലുള്ള നിയമങ്ങൾ ഒരു ക്ലാസ്സിനകത്ത് ആരെങ്കിലും അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സംശയം അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് വിശദീകരണം അതിലൂടെ കുട്ടിക്ക് ബോധ്യമാകും. എന്തായാലും കേരള സർക്കാർ തീരുമാനിച്ചത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.